الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സുജൂദ് ചെയ്യണം, റുകൂഅ് ചെയ്യണം. അല്ലാഹുവിന്റെ കൽപ്പനകളുടെ കൂട്ടത്തിലാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും. പല സ്ഥലങ്ങളിലും അല്ലാഹു പഠിപ്പിക്കുന്നത് ഇർകഉ, നിങ്ങൾ റുകൂഅ് ചെയ്യും, വസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യും. അല്ലേ? ഇതൊരു ഇബാദത്താണ്, ഇതൊരു ആരാധനയാണ്. നമുക്ക് ഏത് സമയത്തും നമുക്ക് സുജൂദ് ചെയ്യാം. സുജൂദ് നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ, ഫർള് നമസ്കാരത്തിൽ, സുന്നത്ത് നമസ്കാരത്തിലൊക്കെ നമ്മൾ സുജൂദ് ചെയ്യാറുണ്ട്. അതിനു പുറമെ തിലാവത്തിന്റെ സുജൂദ് ഉണ്ട്. ഖുർആൻ പാരായണത്തിന്റെ ഇടയ്ക്ക് സജദയിലും ഹജ്ജിലും, ഹജ്ജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിലാവത്തിന്റെ സുജൂദ് രണ്ടെണ്ണമുണ്ട് സൂറത്ത് ഹജ്ജിൽ. അല്ലെ? അങ്ങനെയുള്ള അത്തരം സന്ദർഭങ്ങളിൽ, അതുപോലെ തന്നെ ശുക്രിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, മുഹമ്മദേ, നിന്റെ പേരിൽ ആരെങ്കിലും, നബിയെ, നിന്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ആരാണോ സ്വലാത്ത് ചൊല്ലിയത് അവന്റെ മേൽ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നതാണ്, അഥവാ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നാണ്. അവന്റെ റഹ്മത്തിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഉടനെ നമുക്ക് ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ സുജൂദിലേക്ക് പോയി. നന്ദിയുടെ, ശുക്രിന്റെ സുജൂദ് എന്നാണ് അർത്ഥം. അതിന് പ്രത്യേകിച്ച് സമയം വേണ്ട, കാലം വേണ്ട, വുദൂ വേണ്ട, ഒന്നും വേണ്ട. നമുക്കൊരു അനുഗ്രഹം ലഭിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, ഒരു പ്രധാനപ്പെട്ട അല്ലാഹു എന്നെ ഒരു വിഷയത്തിൽ എന്നെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് തോന്നിയാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക? സുജൂദിലേക്ക് വിടുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇത്തരം സുന്നത്ത് നമസ്കാരം, നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന രാത്രി നമസ്കാരം പോലെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം ഒരു അടിമ ഏറ്റവും കൂടുതൽ അല്ലാഹുമായിട്ട് അടുക്കുന്നത് സുജൂദിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാഹുവല്ലാത്ത ഒരാളുടെ മുമ്പിലും ഇല്ല. അറിയാതെ പോലും ഒന്ന് തലപിടിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, റുക്കൂഅ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്, സുജൂദ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അത് ആരാധനയാണ്, അത് അല്ലാഹുവിനോട് മാത്രമേ പറ്റൂ. നമ്മൾ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ പൗരോഹിത്യം, ഈ നാട്ടിൽ പിന്നെ നമ്മളെ കുറിച്ച് അപരാധം പറഞ്ഞത്, നമ്മളെ കുറിച്ച്, നമ്മുടെ വാദത്തെ കുറിച്ച് ആളുകളോട് പറഞ്ഞത് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്നുള്ളത് ശൈത്താനിന്റെ വാദമാണ്. എന്താണ് കാരണം? ആദമിന്റെ മുമ്പിൽ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇല്ല ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ഇല്ല, ഞാൻ ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു മാറുന്നത് പിശാച് മാത്രമാണ്. അതുകൊണ്ട് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്നുള്ളത് പിശാചിന്റെ വാദമാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. ആ വിഷയത്തിൽ നമുക്കൊരു സംശയമുണ്ട്. എന്താ അപ്പൊ മലക്കുകൾ സുജൂദ് ചെയ്തല്ലോ, ആദം നബിയുടെ മുമ്പിലല്ല സുജൂദ് ചെയ്തത്, അല്ലാഹുവിന്റെ മുമ്പിലല്ലോ, അത് തെറ്റാണല്ലോ നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ പ്രവാചകന്റെ മുമ്പ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് സുജൂദ് തഹ്ലിയ എന്ന പേരിൽ ഒരു സുജൂദ് ഉണ്ടായിരുന്നു. പിന്നെ അത് നസ്ഖ് ചെയ്യപ്പെട്ടു. പിന്നെ അതിന് എടുത്തു പറഞ്ഞു, അത് പാടില്ല എന്ന് പറഞ്ഞു. പ്രവാചകന്റെ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. പിന്നെ ഇത് ആദരവിന്റെ സുജൂദാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, പിന്നെ മലക്കുകൾ ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തു. ഇതിനെയാണ് സുജൂദ് തഹ്ലിയ. പിന്നെ അവർക്കറിയാത്ത കാര്യങ്ങൾ ആദം നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതിന് ഒരു ആദരവിന്റെ, ബഹുമാനത്തിന്റെ സുജൂദ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്വപ്നം കണ്ടു. എന്താ? 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മുമ്പിൽ പിന്നെ സുജൂദ് ചെയ്യുന്ന ഒരു സ്വപ്നം കണ്ടു. അല്ലെ? അപ്പൊ വാപ്പാനോട് ചോദിച്ചു, യാക്കൂബ് നബിയോട്, വാപ്പ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എന്താ അതിന്റെ വ്യാഖ്യാനം? വാപ്പ പറഞ്ഞു, ആരോടും പറയണ്ട, അത് മുടി വെച്ചോ, അത് സ്വകാര്യമായിട്ട് വെച്ചാൽ മതി. അത് പിന്നെ വാപ്പ ആ രൂപത്തിൽ പറഞ്ഞു കൊടുത്തു. വാപ്പാക്ക് മനസ്സിലായി, കാരണം നബിയാണല്ലോ, പിന്നെ ഭാവിയിൽ പ്രവാചകനാകാൻ പോവുകയാണ് എന്നതിന് അടയാളമാണ്. വാപ്പാക്ക് മനസ്സിലായി, മോനെ ആരോടും പറയണ്ട. അങ്ങനെ നമുക്ക് ചരിത്രം അറിയാം. പിന്നെ സഹോദരങ്ങളെ കൊണ്ടുപോയി ചതിച്ചതും, പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടതും, ഈജിപ്തിലേക്ക് പോയതും, പിന്നെ അവിടുന്ന് പ്രഭുവിന്റെ കൊട്ടാരത്തിൽ പിന്നെ ജീവിച്ചതും, സുലേഖയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഒക്കെ നമുക്കറിയാം. ആ ജയിൽവാസം അനുഭവിച്ചതും അതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം നിരപരാധിത്വമൊക്കെ തെളിയിക്കപ്പെട്ട് ആ നാടിന്റെ ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയായി മാറിയ ഒരു കാലഘട്ടമുണ്ട്. ഉമ്മയും വാപ്പയും സഹോദരങ്ങളും ഒക്കെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഉമ്മാനോടും വാപ്പാനോടും പറയാ, ആ സിംഹാസനം എനിക്കുള്ളതല്ല, ആ രാജകൊട്ടാരം എനിക്കുള്ളതല്ല, ഉമ്മക്കും വാപ്പക്കും ഉള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും അവിടെ കയറിയിരിക്കണമെന്ന് പറയുമ്പോ യൂസഫിന്റെ കാലിൽ ആ ഉമ്മയും വാപ്പയും വീണ് സുജൂദ് ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസഫ് 100-ാമത്തെ ആയത്ത്. പോയി നമ്മൾ പഠിക്കുകയും വായിച്ചു നോക്കി. 100-ാമത്തെ ആയത്ത്. ആ ഉമ്മയും വാപ്പയും സിംഹാസനത്തിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞപ്പോ യൂസഫിന്റെ കാലിലേക്ക് അവർ സുജൂദിലേക്ക് വീണു എന്ന് അല്ലാഹുവിന്റെ കലാം നമ്മളെ പഠിപ്പിക്കുക. എന്താണ് പിന്നെ ഈ സുജൂദ് തഹ്ലിയ, ആദരവിന്റെ, ബഹുമാനത്തിന്റെ സുജൂദാണ്. പക്ഷേ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അത് നസ്ഖ് ചെയ്തു. ഇനി അങ്ങനെ സുജൂദ് പാടില്ല.
പിന്നെ അങ്ങനെ സുജൂദില്ല. റസൂൽ പറഞ്ഞല്ലോ, ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ കൽപ്പിച്ചിട്ടില്ല. ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. സുജൂദ് തഹിയ്യ ഇല്ല, അത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആ വിധി ഇല്ല. ഇനി അല്ലാഹുവിനോട് മാത്രമേ പറ്റുകയുള്ളൂ എന്ന ആവശ്യമായി നമ്മൾ മനസ്സിലാക്കി സുജൂദുകളെ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സുജൂദ് ചെയ്യുന്നവരുടെ ഒരു അടയാളം പഠിപ്പിച്ചല്ലോ. സഹാബത്തിനെ കുറിച്ച് പറയാ, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അദരി സുജൂദ്. സുജൂദ് ആരെങ്കിലും അധികരിപ്പിച്ചാൽ അവന്റെ നെറ്റിയിൽ ഒരു അടയാളം ഉണ്ടാകും. നിസ്കാരത്തിന്റെ ആ ഒരു സുജൂദിന്റെ ഭാഗത്തുണ്ടാകുന്ന ആ ഒരു അടയാളം ഉണ്ടല്ലോ, ആ അടയാളത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ആ അടയാളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ആ അടയാളത്തെ അല്ലാഹുവിന്റെ നരകം സ്പർശിക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഹത്താ ഇദാ ഫറഖല്ലാഹു മിനൽ ഖദാഇ ബൈനൽ ഇബാദി വഅറാദ അൻ യുഖ്രിജ ബിറഹ്മതിഹി മൻ അറാദ മിൻ അഹ്ലിൻ നാർ അമറ അൽ മലായികത അൻ യുഖ്രിജു മിനൻ നാർ മൻ കാന ലാ യുശ്രികു ബില്ലാഹി ശൈആ. ശിർക്ക് ചെയ്യാതെ ഒരാൾ മരിച്ചു. ശരിക്കും മനസ്സിലാക്കി, ഞാൻ നേരത്തെ ഒന്ന് സൂചന നൽകി. ശിർക്ക് ചെയ്യാതെ ഒരാൾ മരിച്ചു, അല്ലാഹുവിനെ മാത്രം ആരാധിച്ചു, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു, വേറൊരാളോടും പ്രാർത്ഥിക്കാതെ വേറൊരാളോടും ആരാധിക്കാതെ ശിർക്ക് ചെയ്യാതെ ഒരാൾ മരിച്ചു. പക്ഷേ അവന്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്, ഹറാമുകൾ കണ്ടിട്ടുണ്ട്, ഹറാമുകൾ കേട്ടിട്ടുണ്ട്, ഹറാമുകൾ സംസാരിച്ചിട്ടുണ്ട്, ഹറാമുകൾ കഴിച്ചിട്ടുണ്ട്, ഹറാമുകൾ കുടിച്ചിട്ടുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത തെറ്റിന്റെ ഫലമായി നരകത്തിലേക്ക് അവൻ പോകും. അവന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അമറൽ മലായികത അൻ യുഖ്രിജു മിനൻ നാർ മൻ കാന ലാ യുശ്രികു ബില്ലാഹി ശൈആ. ശിർക്ക് ചെയ്യാത്തവരെ അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അവനെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യും? മലക്കുകളോട് പറയും. മലക്കുകൾ അവരെ പിടിച്ചു കൊണ്ടുവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, മിമ്മൻ അറാദല്ലാഹു തആല അൻ യർഹമഹു മിമ്മൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദുള്ളവരെ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ആ മലക്കുകൾ നരകത്തിൽ നിന്ന് കൊണ്ടുവരും. അല്ലേ? ഈ സമയത്ത് തൗഹീദുള്ളവരെ എങ്ങനെ തിരിച്ചറിയും? ശിർക്ക് ചെയ്യാത്തവരെ എങ്ങനെ തിരിച്ചറിയും? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഅരിഫൂനഹും ഫിന്നാരി യഅരിഫൂനഹും ബിഅഥരി സുജൂദ് തഅകുലു النار من ابن آدم إلا أثر السجود حرم الله على النار أن تأكل أثر السجود. ആ നരകത്തിന്റെ തീ അവന്റെ ശരീരത്തെ മുഴുവൻ ഭക്ഷിക്കുമ്പോ നിസ്കാരം ആ നെറ്റിത്തടത്തിൽ അടയാളമുണ്ടല്ലോ, സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിത്തടത്തിൽ ഉണ്ടാകുന്ന അടയാളമുണ്ടല്ലോ, ആ അടയാളത്തെ മാത്രം ഭക്ഷിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അടയാളം നോക്കിയിട്ട് മലക്കുകൾ നരകത്തിൽ നിന്ന് അവൻ ഇറക്കിയെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് വിടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സുജൂദിന്റെ അടയാളമുള്ളവരായിട്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സുജൂദുകൾ ജീവിതത്തിൽ അധികരിപ്പിക്കുക, പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇല്ല, ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയില്ല. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹുവിനോട് മാത്രം പറയുക, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം നമുക്ക് നീക്കി തന്ന് നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തന്ന് നാളെയുള്ള ലോകത്ത് നമ്മളെല്ലാം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗം നൽകി അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നിങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ അല്ലാഹ്. മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ വാപ്പമാർ, ഒരുപാട് ആളുകൾ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാരുടെയും വാപ്പമാരുടെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ സ്നേഹിതന്മാർ എല്ലാവരുടെയും കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. രോഗശൈലിയിൽ കിടക്കുന്ന ഞങ്ങളുടെ ഉമ്മമാർ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വാപ്പമാർ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, സിഹത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് കൺകുളിർ നൽകണേ അല്ലാഹ്. ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും ഉപകാരപ്പെടുന്നവരാക്കണേ അല്ലാഹ്. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉമ്മയോടൊപ്പം, വാപ്പയോടൊപ്പം, ഞങ്ങളുടെ ഇണയോടൊപ്പം, ഞങ്ങളുടെ മക്കളോടൊപ്പം, കുടുംബക്കാരോടൊപ്പം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് കടന്നുവരാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനേ. പാപികളാണ് ഞങ്ങൾ, ഞങ്ങളുടെ പാപങ്ങൾ അറിയുന്നവരാണ് നീ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നവൻ നീ മാത്രമാണ് അല്ലാഹ്. എല്ലാ തെറ്റുകുറ്റങ്ങളും മരിക്കുന്നതിന് മുമ്പ് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് ഈ ലോകത്തോട് ഇവിടെ പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈമാനോടെ മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈമാനോടെ നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين ودمر اعداءك اعداء الدين. اللهم انصر اخوان المسلمين في كل مكان. اللهم انصر اخوان المسلمين في فلسطين
اللهم ارحمهم اللهم اغفر لهم ربنا تقبل منهم من شهدائهم يا رب العالمين ربنا تقبل منا من دعائنا وصيامنا وقيامنا وصلاتنا وكل من اعمال صالحاتنا يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد امين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين.